Einheit 3 Berufe. Seite 46, Aufgabe 1. Finde die Paare. Hör zu und überprüfe es. ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു പയനിയറിൻ്റെ ഒരു ഡബിൾ കാസറ്റ് ഡെക്കാണ്. ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. അതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് CTW606DR എന്നിട്ടാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. ഇത് റെക്കോർഡിങ്ങും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കാസറ്റ് ഡെക്കാണ്. ഇത് ഈ സൈഡ് നമുക്ക് പ്ലേ ബാക്കും, ഈ സൈഡ് പ്ലേ ബാക്കും റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. ഇത് ഒരു ഡിജിറ്റൽ പ്രോസസ്സിംഗ് ആയിട്ട് വരുന്നതാണ്. ഇത് 20 ബിറ്റ് പ്രോസസ്സിങ് വരുന്നതാണ്. ADDA പ്രോസസ്സിങ് 20 ബിറ്റ് വരുന്നതാണ്. ഇതിൻ്റെ അകത്ത് കൺവേർട്ടർ വരുന്നുണ്ട്, ഡാക്ക് കൺവേർട്ടർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോൾബിയുടെ ഓപ്ഷൻ വരുന്നത് പറഞ്ഞാൽ ഡോൾബി BC NR HX Pro എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ടാവും. ഡിജിറ്റൽ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. ഇവിടെയാണ് ഇതിൻ്റെ എജക്റ്റ് ബട്ടൺ വരുന്നത്. കാസറ്റ് നമുക്ക് തുറക്കാനും അടക്കാനും വേണ്ടിയിട്ടുള്ള പ്രസ് ബട്ടണാണിത്. നമ്മൾ കൈയോടെ തന്നെ അടക്കാൻ തുറക്കാൻ വേണം. ഇതാണ് ഓട്ടോ റിവേഴ്സ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അതിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡിജിറ്റൽ പ്രസ്സിങ്ങിൻ്റെ ഒരു ലോഗോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ ഫ്ലക്സ് ഫ്രീക്വൻസി ലെവൽ എക്സ്പാൻഡർ എന്നൊക്കെ പറഞ്ഞൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കുറച്ചും കൂടി സിഗ്നൽ നോയ്സ് കുറച്ച് നല്ല വോളിയം കൂട്ടാനുള്ള ഒരു ടെക്നോളജിയാണത്. അതുപോലെ തന്നെ ഇത് രണ്ട് സൈഡ് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് പ്ലേ ബാക്ക് റിവേഴ്സും, പിന്നെ അതുപോലെ തന്നെ സ്പീഡ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ, പിന്നെ റിവേഴ്സ് മോഡ്, ഡോൾബിയുടെ ഓപ്ഷൻ്റെ ബട്ടൺസൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡോൾബി NR, ഫ്ലക്സ്, CD, പിന്നെ BLAXD, കോപ്പി മോഡ്, കോപ്പി സ്റ്റാർട്ട്, ഇതൊക്കെ നമുക്ക് റെക്കോർഡിംഗ് ഫംഗ്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. സൂപ്പർ ഓട്ടോ BLAXD എന്നൊക്കെ മെൻഷൻ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റെക്കോർഡിങ്ങിൻ്റെ കൺട്രോളിങ് വരുന്നൊരു നോവാണിത്, വോളിയം കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ഫോൺസിൻ്റെ ഒരു ഇയർഫോണും കാര്യങ്ങളൊക്കെ നമുക്ക് ഉപയോഗിച്ച് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജാക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈമർ, പ്രീസെറ്റ് കാര്യത്തിൻ്റെയൊക്കെയാണ് കൺട്രോളുകൾ ഇവിടെ വരുന്നത്. രണ്ട് സൈഡും രണ്ടായിട്ട് തന്നെ ഉണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് നമുക്കിതൊന്ന് ഓണാക്കിയിട്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാം അതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയാണെന്നുള്ളത്. ഇതാണ് ഇതിൻ്റെ പവർ ബട്ടൺ വരുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്ത് ഞാൻ ഓണാവും. അപ്പം ഇതിന് ഇവിടെ ഡിജിറ്റലിൻ്റെ ഒരു ലൈറ്റ് ഇവിടെ ഗ്രീനിൽ തെളിഞ്ഞ് കാണാം. ഇതാണ് ഓണായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് ഓണായി കഴിഞ്ഞാൽ. ഇത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള പയനിയറിൻ്റെ ഒരു മോഡലാണ്. ഒരു 6th സീരീസിൽ വരുന്നൊരു മോഡലാണ് പയനിയറിൻ്റെ. അത്യാവശ്യം നല്ല ഓഡിയോ ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട്. ഡോൾബിയുടെ NR HX Pro എന്നുള്ള ഓപ്ഷൻ വരുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ടാവും. നമുക്കത് കാസറ്റ് ഇട്ട് പ്ലേ ആക്കുന്ന സമയത്ത് മറ്റുള്ള മോഡലിനെ അപേക്ഷിച്ചിട്ട് ഇത് കുറച്ചും കൂടി നല്ലൊരു മോഡലാണ്. ഇതാണ് ഇതിൻ്റെ പുറകുവശം വരുന്നത്. ഇതിൻ്റെ പുറകുവശത്ത് ഇതിൻ്റെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് 15-60 Hz ആണ് വരുന്നത്. ഇത് നമുക്ക് 120 വോൾട്ടിലും 127, 120-127, പിന്നെ 220, 230, 240 വരെ നമുക്ക് വോൾട്ടേജ് കൊടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മലേഷ്യൻ മെയ്ഡാണ്. ഇവിടെ പയനിയർ കോർപ്പറേഷൻ മെയ്ഡ് ഇൻ മലേഷ്യ എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ വോൾട്ടേജ് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സ്വിച്ച് ഇവിടെയാണുള്ളത്. നമുക്ക് ഇതിനനുസരിച്ചിട്ട് ഇതിപ്പോൾ 220 കിടക്കുന്നത്. 230 വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചാൽ ഇവിടെ വന്ന് ഈ എറോന് നേരെ ആയിക്കഴിഞ്ഞാൽ 230 മാറും. അതുപോലെ തന്നെ ഏത് വോൾട്ടേജ് ആണോ നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതൊരു ഇൻ്റർനാഷണൽ മോഡലാണ്. അതുകൊണ്ടാണ് ഇൻ്റർനാഷണലാണ് പൊതുവെ ഇങ്ങനെ വോൾട്ടേജ് സെലക്ഷനും കാര്യങ്ങളൊക്കെ വരുത്ത്. ബാക്കി നോർമലി കാസറ്റ് ഡെക്കിന് പുറകിൽ വരുന്ന പോലെ അതിൻ്റെ ലൈൻ റെക്കോർഡ് ഇൻപുട്ടും ഉണ്ട്. അതുപോലെ തന്നെ പ്ലേ ബാക്ക് ഔട്ട്പുട്ടും വരുന്നുണ്ട്. ഇത്രയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. പിന്നെ ഇവിടെ ഒരു കൺട്രോൾ ഇത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത ഇതിൻ്റെ കുറേ CD പ്ലെയർ, കാസറ്റ് പ്ലെയർ, ആംപ്ലിഫയറിലേക്കുള്ള ലൂപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിവിടെ. കൺട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ ഇയർഫോൺ ജാക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ ലൂപ്പ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അത് ഒറ്റ റിമോട്ടിൽ തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് ഇതിങ്ങനെ വരുന്നത്. ഇത്രയാണ് ഇതിൻ്റെ പുറകുവശത്തെ വിശേഷങ്ങൾ വരുന്നത്. ഞാനിത് ഓൾറെഡി എൻ്റെ ഒരു ആംപ്ലിഫയറുമായിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്പീക്കറിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, 2 ടവർ സ്പീക്കറിൽ.
അപ്പം അതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തൊരു കാസറ്റ് വന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ആക്കി നോക്കാം. അതിൻ്റെ അടുത്ത് കുറേ കാസറ്റ് ഉണ്ട്, പക്ഷെ അതൊക്കെ പഴയ ഓഡിയോസാണ്, ഒരു ക്ലിയർ ഇല്ലാത്തൊരു ഓഡിയോസാണ്. ഒരു അത്യാവശ്യം ക്ലിയർ ഉള്ളൊരു കാസറ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്ലേ ആക്കുന്നുണ്ട്. Schweiz. Ein Wochenende in Berlin oder Paris. Mit dem Zug durch den Kanaltunnel oder mit einem Billigflugzeug. Das kann man alles per Internet organisieren. Mit Fremdsprachen ist es einfacher und es macht mehr Spaß. Drei. Willst du Marketing mit Deutsch studieren? Man kann jetzt eine Fremdsprache neben einem anderen Fach studieren. Zum Beispiel Maschinenbau mit Spanisch oder Tourismus mit Französisch. Das ist Einheit 3. Berufe. Seite 46, Aufgabe 1. Finde die Paare. Hör zu und überprüfe es. നമുക്കിതൊരു കാസറ്റ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എൻ്റെ കുറേ കാസറ്റ് ഉണ്ട്, പക്ഷേ അതൊക്കെ ഏതൊക്കെയോ പഴയ കാസറ്റുകളാണ്. എന്നിട്ടൊരു അറബിക് കാസറ്റ് ഉണ്ട്, ഒരു ജസ്റ്റ് വന്നിട്ട് നമുക്കൊന്ന് പ്ലേ ആക്കി നോക്കാം. ഇത്രയാണ് ഇതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതൊരു പൈനിയറിൻ്റെ ഒരു നോർമൽ മോഡലും അല്ല, നന്ന ഹൈ എൻഡും അല്ല, അതിൻ്റെ ഇടയ്ക്ക് 60 സീരീസിലൊരു മോഡലാണ്. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്, ക്യാമറയിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണാൻ അത്യാവശ്യം നല്ല ഒരു വൃത്തിയുണ്ട്. എജക്റ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമ്മൾ നിൽക്കുന്നതനുസരിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ട് വശം. ഇങ്ങനെയാണ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള യൂസ്ഡ് ഐറ്റംസിൻ്റെ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.